Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss what do you mean by surrender of shares, what are the journal entries relating to surrender of shares and the journal entries relating to internal reconstruction. Main topic is journal entries relating to internal reconstruction. Okay, let's start. What do you mean by surrender of shares? When the shareholder give up the right on the shares, it is known as the surrendering of shares. What do you mean by surrendering of shares? The shareholders give up the right on the shares. അപ്പോൾ ഷെയർഹോൾഡേഴ്സ് അവരുടെ ഷെയർമേലുള്ള റൈറ്റ് ഗീവ് അപ്പ് ചെയ്യുന്നതിന് ഉപേക്ഷിക്കുന്നതിന് പ്രോസസ്സിനെ പറയുന്ന പേരാണ് സറണ്ടർ ഓഫ് ഷെയർ. അപ്പോൾ ഷെയർഹോൾഡേഴ്സ് എന്ത് പറയുകയാണ്, എനിക്ക് ഷെയറിംഗ് റൈറ്റ് വേണ്ട എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ്, അവർ ഉപേക്ഷിക്കുന്ന ആ പ്രോസസ്സിനാണ് എന്തെന്ന് പറയുക, സറണ്ടറിങ് ഓഫ് ഷെയർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി ഷെയർസ് ആർ സറണ്ടേർഡ് ആസ് എ പാർട്ട് ഓഫ് റീകൺസ്ട്രക്ഷൻ സ്കീം. അപ്പോൾ സാധാരണ കേസിൽ റീകൺസ്ട്രക്ഷൻ സ്കീമിലാണ് സാധാരണ എന്ത് ചെയ്യുക, ഷെയർസ് സറണ്ടർ ചെയ്യുന്നത്. ഓക്കെ, സച്ച് സറണ്ടർ ഷെയർസ് യൂട്ടിലൈസ്ഡ് ടു റെഡ്യൂസ് ഡിബഞ്ചേഴ്സ് ആൻഡ് ട്രേഡ് ലയബിലിറ്റീസ് എക്സെട്ര. അപ്പം ഈ എമൗണ്ട് എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, ഡിബഞ്ചേഴ്സിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ട്രേഡ് ലയബിലിറ്റീസ് അവോയ്ഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, സറണ്ടർ ഓഫ് ഷെയർ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, the amount of shares surrendered is not reissued. The amount of shares surrendered is not reissued and the claim foregone by debenture holders and creditors are transferred to the capital reduction account which will be utilized to write off losses. അപ്പോൾ നമ്മൾ സറണ്ടർഡ് ഷെയർസ് റീഇഷ്യൂ ചെയ്തില്ലെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, ലോസസ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, അതുകൂടാതെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെയൊക്കെ എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും. ദ ഫോളോയിങ് എൻട്രീസ് ആർ പാസ്ഡ് ഇൻ ദിസ് കണക്ഷൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് സറണ്ടർ ഓഫ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ ജേർണൽ എൻട്രീസ് ആർ പാസ്ഡ് ഇൻ ദ സറണ്ടർ ഓഫ് ഷെയർസ്. ഓക്കെ, ഫസ്റ്റ് ജേർണൽ എൻട്രി relating to surrendering of shares. First journal entry is relating to surrendering of shares. Share capital account debtor to surrender shares. Share capital account debtor to surrender shares. Then second journal entry on cancelling debentures and creditors. On cancelling debentures and creditors entry വരുമ്പോൾ debentures account debtor to capital reduction or creditors account debtor to capital reduction, അല്ലെങ്കിൽ debentures account debtor, creditors account debtor to capital reduction. ഓക്കെ, ക്യാൻസലിങ് ഡിബഞ്ചർ ആൻഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഈ രണ്ട് ഐറ്റം ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ജേർണൽ എൻട്രി തേർഡ് വൺ on reissue of surrender shares. On reissue of surrender shares, surrendered shares account debtor to share capital. Surrendered shares account debtor to share capital. അപ്പം surrendered shares reissue ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ഷെയർ ക്യാപിറ്റൽ വരികയാണ്, അതുകൊണ്ട് ഷെയർ ക്യാപിറ്റലിന് ക്രെഡിറ്റ് കൊടുത്തു. surrendered shares account debtor to new share capital. Then last one on cancelling the surrendered shares. ഇനി surrendered shares ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രി എന്താണ്, surrendered shares account debtor to capital reduction. surrendered shares account debtor to capital reduction. അപ്പം surrendered shares ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ജേർണൽ എൻട്രി എന്താണ്, surrendered shares account debtor to capital reduction. Then the main topic of this module, അക്കൗണ്ടിങ് ജേർണൽ എൻട്രീസ് ഓൺ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. അപ്പം നമ്മൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് തന്നെ. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ എന്തെല്ലാം ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫോർ റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്. ഫോർ റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് എങ്ങനെയാണ്, ഓൾഡ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. അപ്പം ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള എൻട്രി, ഓർഡിനറി കേസിൽ ഷെയർ ക്യാപിറ്റലിന് എപ്പോഴും എന്ത് ബാലൻസാണ്, ക്രെഡിറ്റ് ബാലൻസാണ്. അത് കുറയുന്നത് കൊണ്ടാണ് ഷെയർ ക്യാപിറ്റലിന് എന്ത് കൊടുത്തത്, ഡെബിറ്റ് കൊടുത്തത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ആ കുറയ്ക്കുന്ന എമൗണ്ട് എത്രയാണോ അത്ര എമൗണ്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഓക്കെ, then if the value or rate of dividend on preference shares is changed,
ഇനി അപ്പോൾ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് പ്രിഫറൻസ് ഷെയറിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്പം 6% ഡിബെഞ്ചർ എന്നുള്ളത് 8% ഡിബെഞ്ചർ ആകുകയോ അല്ലെങ്കിൽ 6% ഡിബെഞ്ചർ എന്നുള്ളത് 4% ഡിബെഞ്ചർ ആകുകയോ അപ്പോൾ ആ റേറ്റ് ഓഫ് ഡിവിഡൻറ്റിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ എൻട്രി ഓൾഡ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡാറ്റ ഓൾഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡാറ്റ ടു ന്യൂ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. അങ്ങനെ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ എൻട്രി എന്തായിരിക്കും? ഓൾഡ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡാറ്റ ടു ന്യൂ ഷെയർ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. അപ്പം പുതിയ റേറ്റാണ് താഴെ കാണിക്കേണ്ടുന്നത്, പഴയ റേറ്റ് ഓൾഡ് എന്നുള്ളതിലും കാണിക്കുക. എത്ര രൂപയാണോ അതിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റത് ആ എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ജേണൽ എൻട്രി, ഇഫ് എനി സാക്രിഫൈസ് ഹാസ് ബീൻ മെയ്ഡ് ബൈ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എക്സെട്ര. ഇനി ക്രെഡിറ്റേഴ്സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സോ അവർ എമൗണ്ട് കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നെങ്കിൽ, അതായത് 50,000 കൊടുക്കേണ്ടെന്നെടുത്ത് 40 കൊടുത്താൽ മതി, അങ്ങനെയാണെങ്കിൽ 10,000 റുപ്പീസ് ആര് സാക്രിഫൈസ് ചെയ്തു? ക്രെഡിറ്റേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നു. അതുപോലെ ക്രെഡിറ്റേഴ്സും അവർക്ക് കൊടുക്കേണ്ടുന്ന ലയബിലിറ്റി കുറയ്ക്കുകയാണെങ്കിൽ ഉള്ള എൻട്രിയാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡാറ്റ ഓർ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡാറ്റ ടു ക്യാപിറ്റൽ റിഡക്ഷൻ, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡാറ്റ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡാറ്റ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. അവരിൽ നിന്ന് സേവ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതാണ് എങ്ങോട്ടേക്ക് മാറ്റുന്നത്? ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റുന്നത്. ഓക്കെ. അപ്പം മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, 50,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്, അവർ 40,000 രൂപയ്ക്ക് സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ 40,000 ആക്കി മാറ്റാനായിട്ട് അവർ സമ്മതിക്കുന്നു എങ്കിൽ 10,000 റുപ്പീസാണ് അവരിൽ നിന്ന് സേവ് ചെയ്തത്. ആ 10,000 എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ഇഫ് ദ വാല്യൂ ഓഫ് അസറ്റ് ഈസ് അപ്രീഷിയേറ്റഡ്, ഇനി നമുക്ക് ഫിക്സഡ് അസറ്റ് ഉണ്ട്, ആ അസറ്റിൻ്റെ വാല്യൂ എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ എമൗണ്ടും എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡാറ്റ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ എഴുതേണ്ടത്? അസറ്റ് അക്കൗണ്ട് ഡാറ്റ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഏത് അസറ്റാണോ ഇൻക്രീസ് ചെയ്തത് ആ അസറ്റിൻ്റെ പേര് എഴുതുക, ആ പർട്ടിക്കുലർ അസറ്റ് അക്കൗണ്ട് ഡാറ്റ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഓക്കെ. Then any contingent liability arises and is to be paid immediately. എന്തെങ്കിലും കണ്ടിജൻറ്റ് ലയബിലിറ്റി അറൈസ് ചെയ്യുകയോ അത് പേ ചെയ്യുകയോ വരേണ്ടതായിട്ട് വരുന്നു എങ്കിൽ, ഓക്കെ, അപ്പം എറൈസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു എൻട്രിയും അത് പേ ചെയ്യുമ്പോൾ മറ്റൊരു എൻട്രി, അങ്ങനെ 2 എൻട്രീസാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടുന്നത്. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് കണ്ടിജൻറ്റ് ലയബിലിറ്റി എറൈസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡാറ്റ ടു ദാറ്റ് കണ്ടിജൻറ്റ് ലയബിലിറ്റി, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡാറ്റ ടു ലയബിലിറ്റി. ദെൻ ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ലയബിലിറ്റീസ് അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക്. അപ്പോൾ കണ്ടിജൻറ്റ് ലയബിലിറ്റി എറൈസ് ചെയ്യുമ്പം ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡാറ്റ ടു ലയബിലിറ്റി എന്നും, ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ ലയബിലിറ്റി അക്കൗണ്ട് ഡാറ്റ ടു ക്യാഷ് ഓർ ബാങ്ക്, ലയബിലിറ്റി അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക് എന്നും കാണിക്കുക. ഓക്കെ. ദെൻ the last journal entry relating to when the amount of capital reduction is utilized for a writing of fictitious asset, past losses and excess value of other assets etc. അപ്പം നമ്മളിപ്പോൾ കുറേ എടുത്തു നിന്ന് നമ്മൾ എമൗണ്ട് കളക്ട് ചെയ്ത് ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്നൊരു ഫണ്ടിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ കുറച്ചു, ഷെയർ ക്യാപിറ്റലിൻ്റെ ഫേസ് വാല്യൂ കുറച്ചു, 10 രൂപ വാല്യൂ ഉള്ള ഷെയർ ഇനി 8 രൂപയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 2 രൂപ സേവ് ചെയ്യാൻ പറ്റും. ആ സേവ് ചെയ്യുന്ന എമൗണ്ട് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് കുറയ്ക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, അതുപോലെ ഡിബെഞ്ചർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ മാറ്റി വയ്ക്കുന്ന എമൗണ്ട്, അതും കൊടുക്കാനുള്ളതിനേക്കാൾ കുറച്ച് കൊടുത്താൽ മതിയെങ്കിൽ, അതിനേക്കാളും എമൗണ്ട് കുറച്ച് കൊടുത്താൽ മതിയെങ്കിൽ ആ ഡിഫറൻസ്. ദെൻ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ റിഡക്ഷൻ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ദാറ്റ് എമൗണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ റൈറ്റിംഗ് ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്, പാസ്റ്റ് ലോസസ് ആൻഡ് എക്സസ് വാല്യൂ ഓഫ് അതർ അസറ്റ്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ എന്താ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്? പാസ്റ്റ് അക്യുമുലേറ്റഡ് ലോസ് ആണ്. അതാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡാറ്റ ടു P&L അക്കൗണ്ട്. ടു P&L അക്കൗണ്ട് ദാറ്റ് മീൻസ് അക്യുമുലേറ്റഡ് ലോസസ് ആണ്. ഓക്കെ. ദെൻ ഗുഡ് വിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള ഗുഡ് വില്ലിൻ്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് എക്സെട്ര, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇത് കൂടാതെ ഇനിയും എമൗണ്ട് അവൈലബിൾ ആണെങ്കിൽ, ക്യാപിറ്റൽ റിഡക്ഷനിൽ ഇനിയും എമൗണ്ട് അവൈലബിൾ ആണെങ്കിൽ ആ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അസറ്റിൻ്റെ എക്സസ് വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എക്സസ് വാല്യൂ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നു ടു അതർ അസറ്റ്. അപ്പം ഇങ്ങനെയെല്ലാം റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ക്യാപിറ്റൽ റിഡക്ഷനിലെ എമൗണ്ട് അവശേഷിക്കുന്നു എങ്കിൽ, ബാലൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിൽ ഉണ്ട് എങ്കിൽ ആ എമൗണ്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. വീണ്ടും എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്ക് യൂട്ടിലൈസ് ചെയ്യുക? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുക. ഓക്കെ.
ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ റിഡക്ഷനിൽ ഇപ്പം സപ്പോസ് 1,00,000 റുപ്പീസ് നമുക്ക് ഉണ്ട്. അതായത് ഷെയർ ക്യാപിറ്റൽ റിഡ്യൂസ് ചെയ്തതും ക്രെഡിറ്റേഴ്സിൽ നിന്ന് ഡിബഞ്ചേഴ്സിൽ നിന്നൊക്കെ കളക്ട് ചെയ്തതുമായിട്ടുള്ള എമൗണ്ടാണ്. എത്രയാണ്? ക്യാപിറ്റൽ റിഡക്ഷനിൽ 1,00,000 റുപ്പീസ് ഉണ്ട്. അക്യുമുലേറ്റഡ് ലോസ് നമുക്ക് 30,000 ഉണ്ടായിരുന്നു. അപ്പം ആ 1,00,000 നിന്ന് 30,000 രൂപ റൈറ്റ് ഓഫ് ചെയ്തു. ദെൻ ഗുഡ് വിൽ ഒരു 25,000 രൂപയുണ്ട്. അപ്പോൾ 55,000 രൂപ ഓൾറെഡി അതും റൈറ്റ് ഓഫ് ചെയ്തു. ഇനി പ്രിലിമിനറി എക്സ്പെൻസസ് എല്ലാം കൂടി ഒരു 15,000 റുപ്പീസ് ഉണ്ട്. 15,000 രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ മൊത്തം എത്രയായി? 70,000 രൂപ നമ്മൾ ഓൾറെഡി റൈറ്റ് ഓഫ് ചെയ്തു. ഇനി അവർ പറയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഒരു എക്സസ് എമൗണ്ട് ആയിട്ട് അവർ ഒരു 20,000 റുപ്പീസ് കണ്ടു, അതും കൂടി റൈറ്റ് ഓഫ് ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 20,000 റുപ്പീസും റൈറ്റ് ഓഫ് ചെയ്തു. അപ്പം 1,00,000 നിന്ന് ഇപ്പം 90,000 റുപ്പീസ് ഓൾറെഡി ഫുള്ളും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ക്യാപിറ്റൽ റിഡക്ഷനിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്? 10,000 റുപ്പീസ് ഉണ്ട്. ആ 10,000 റുപ്പീസ് എങ്ങോട്ടേക്ക് മാറ്റുക? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുക. ആ 10,000 റുപ്പീസാണ് എങ്ങോട്ടേക്ക് മാറ്റേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ടത്. Okay, dear students, watch and listen the lecture carefully and write the assignment question like what do you mean by surrender of share, what are the journal entries drafting for surrender of share, then what are the journal entries for internal reconstruction scheme. Okay.